എന്തായാലും അവനെ ഉപദേശിക്കാൻ ശ്രമിച്ച എൻ്റെ ക്ഷീണമൊന്നും മാറിയിട്ടില്ല. എന്നാലും നിങ്ങൾ ഈ ഒരു വോയിസ് കേട്ട് നോക്ക്, എന്നിട്ട് ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. നീ അങ്ങ് ധൃതി വെക്കാതെ ഇപ്പൊ ഞാൻ പറയണൊന്ന് കേട്ട് നോക്ക് നീ. അതില്ലെങ്കിലേ ഇപ്പൊ ഒരു കോള് വരെ, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക മാതാപിതാക്കളും ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ. എൻ്റെ സ്കൂൾ ജീവിതം തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്കൊരു നല്ല സുഹൃത്തുണ്ട്, ഒരു ചങ്ക് സുഹൃത്ത്. ഞങ്ങളിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വർഷങ്ങളായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആ ഒരു ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അവനിപ്പോൾ തിരുവനന്തപുരത്താണ്. അപ്പോൾ തിരുവനന്തപുരത്ത് പോകുമ്പോഴൊക്കെ തന്നെ എപ്പോഴും അവൻ്റെ വീട്ടിൽ പോകും. അപ്പോൾ കഴിഞ്ഞ ദിവസം അവൻ എന്നെ വിളിച്ചു, ഒരു സഹായം ചെയ്യണമെന്നും പറഞ്ഞ്. അപ്പോൾ വിളിച്ചതെന്തിനാണെന്നറിയാമോ? അവൻ്റെ മകനെ ഞാനൊന്ന് ഉപദേശിക്കണമെന്ന്. അവൻ എൻ്റെ ഒരു ഫോളോവറാണ്. ഞാൻ ഈ ടെക് വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്കാണ് അവനെ ഉപദേശിക്കാൻ പറ്റുക. ഞാൻ പറഞ്ഞാൽ അവൻ തീർച്ചയായും കേൾക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും അവനെ ഉപദേശിക്കാൻ ശ്രമിച്ച എൻ്റെ ക്ഷീണമൊന്നും മാറിയിട്ടില്ല. എന്നാലും നിങ്ങൾ ഈ ഒരു വോയിസ് കേട്ട് നോക്ക്, എന്നിട്ട് ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. ഹലോ ഹലോ, രാഹുലല്ലേ? അതെല്ലോ. ഞാൻ രതീഷാണ് പറവൂരുന്ന്. എങ്കിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിക്കുമെന്ന്. സുഖമാണോ? സുഖമായിട്ട് വന്നു. പിന്നെ ഞാൻ വിളിച്ചെന്താന്നറിയാമോ? അച്ഛൻ എന്നോട് പറഞ്ഞു നീ പുറത്തു പോയിട്ട് പഠിക്കാൻ പോവാണ്, അങ്ങനെയൊക്കെ വീട്ടിൽ തീരുമാനിച്ചു എന്നൊക്കെ പറയണു. അത് എന്റെ ഒരു സജഷൻ നിനക്ക് ഇങ്ങനെ തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വിളിച്ചത്. അത് നമുക്ക് പുറത്തുപോയി അങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ? ഇല്ലെങ്കിലേ ഇവിടെ ഇപ്പോ നല്ല കോഴ്സുകളൊന്നും തന്നെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ പല കൂട്ടുകാരും ഇപ്പൊ തന്നെ ലക്ഷങ്ങൾ ചിലവാക്കി പഠിച്ചിട്ട് തുച്ഛമായ ശമ്പളത്തിലാണ് പണിയെടുക്കുന്നത്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇവിടെ നിന്ന് എന്റെ കരിയറും കൂടെ വെള്ളത്തിലാക്കണോ? അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പറഞ്ഞതൊക്കെ ചിലതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ വിദേശത്ത് പോയി കഴിഞ്ഞാല് കോഴ്സുകളും അനുബന്ധ ജോലിയൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ അതിനായിട്ട് ചെലവഴിക്കുന്ന തുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ അച്ഛന് തന്നെ ഒരു വലിയൊരു ബാധ്യത ആവൂല, വളരെ വലിയൊരു തുക നമ്മൾ ചെലവഴിക്കണ്ടേ? അതേസമയം അതേ തുകയൊക്കെ തന്നെ നമ്മുടെ നാട്ടില് നല്ല കോഴ്സുകൾ പഠിച്ചുകൂടെ? ഞാനിത് കുറെ അന്വേഷിച്ചാണ്. പുറത്തുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇവിടെ ഒന്നും കിട്ടത്തില്ലല്ലോ അങ്ങളെ. അങ്ങള് പറഞ്ഞോ. അത് നമ്മുടെ തെറ്റിദ്ധാരണ ഉണ്ട്. ഈ വിദേശത്തുള്ള എല്ലാ കോഴ്സും അതേ ഫെസിലിറ്റിയോടെ തന്നെ നമ്മുടെ നാട്ടില് കോളേജുകൾ കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോ ഈ ടെക് ഫീൽഡ് ആയതുകൊണ്ട് പുതിയ പുതിയ കോഴ്സുകളൊക്കെ വരുമ്പോ ഞാൻ അപ്പൊ തന്നെ അറിഞ്ഞിരിക്കും, പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ടൊക്കെ. അപ്പൊ ഇപ്പൊ എഞ്ചിനീയറിംഗ് മേഖലയാണെങ്കിൽ തന്നെ നമുക്ക് പുതിയ പുതിയ എത്രയോ കോഴ്സുകൾ ട്രെൻഡിങ് ആയിട്ടുള്ള വന്നേക്കണം. ഇപ്പൊ സൈബർ സെക്യൂരിറ്റി നമ്മുടെ ഫീൽഡ് ആണല്ലോ, അതിനോട് റിലേറ്റഡ് ആണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്. പിന്നെ AI ആൻഡ് ഡാറ്റ, മെക്കാട്രോണിക്സ്, ഇപ്പൊ അല്ലെങ്കിൽ ന്യൂക്ലിയർ എഞ്ചിനീയറിംഗും ഏവിയേഷൻ എഞ്ചിനീയറിംഗ്, ബയോമെഡിക്കൽ ഒക്കെ ഇല്ലേ? ഇതൊക്കെ തന്നെ നമ്മള് വിദേശത്ത് പോയി പഠിക്കുന്ന അതേ നിലവാരത്തിൽ തന്നെ നമ്മുടെ നാട്ടിലും പഠിക്കാം. ഒരു ലൈഫ് സ്റ്റൈല് മാറ്റം ഉണ്ടാവും ചിലപ്പോ, അത്രയല്ലേ ഉള്ളൂ. ശരിയായിരിക്കാം. പക്ഷെ എനിക്കിഷ്ടം പുറത്തുപോയി പഠിക്കുന്നതാണെങ്കിൽ ഇപ്പൊ പല രാജ്യങ്ങളിലും പഠിക്കുന്നതിനൊപ്പം തന്നെ ജോലി ചെയ്ത് സമ്പാദിക്കാനും പറ്റും. പിന്നെ പല യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പോ സ്റ്റൈഫണ്ട് ഒക്കെ കിട്ടും. പിന്നെ അറിയാമല്ലോ, അവിടെ തന്നെ സെറ്റിൽ ആവാനും പറ്റും. പക്ഷേ ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ നിങ്ങളുടെ വീടിനടുത്ത് തന്നെ എത്രയോ കോളേജുകളിൽ ഈ കോഴ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പഠിച്ചൂടെ? അത് നടക്കില്ലെങ്കിലേ, ഇത് ഞാൻ കൊറേ തിരക്കിയതാ. അപ്പൊ അങ്കിള് പറ്റുമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് അച്ഛൻ്റെ അടുത്തൊന്ന് പറഞ്ഞ് ഇതൊന്ന് റെഡിയാക്കി തരണം. നീ അങ്ങ് ധൃതി വെക്കാതെ ഇപ്പൊ ഞാൻ പറയണൊന്ന് കേട്ട് നോക്ക് നീ. അതില്ലെങ്കിലേ ഇപ്പൊ ഒരു കോള് വരെ, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. കേട്ടല്ല, അവൻ മാനിയിട്ട് കട്ട് ചെയ്തു പോയി. ഇതാണ് നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക മാതാപിതാക്കളും ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ. ഈ നാട് വിട്ടാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നൊരു ട്രെൻഡ് ആരൊക്കെയോ പറഞ്ഞ് എങ്ങനെയൊക്കെയോ നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, എന്തായാലും നീ ഒരു അവയർനെസ് വീഡിയോ ചെയ്യണം. കാരണം ഇന്ന് നമ്മുടെ കേരളത്തിലെ യുവജനങ്ങളും മാതാപിതാക്കളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിതെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നതിൻ്റെ കാര്യം. സത്യത്തിൽ ലോകത്ത് ഏറ്റവും തൊഴിൽ സാധ്യതയുള്ള ട്രെൻഡിങ് കോഴ്സുകളെല്ലാം തന്നെ നമ്മുടെ ഈ കേരളത്തിൽ പഠിക്കാനും തൊഴിൽ നേടാനും അവസരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു അവയർനെസ് വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. നമ്മുടെ ആ പയ്യന് വേണ്ടിയിട്ട് കേരളത്തിൽ നല്ല കോഴ്സുകളുണ്ടോ എന്ന് അറിയാനായിട്ട് ഞാൻ ഗൂഗിളിൽ സെർച്ച് നടത്തി. ഞാൻ അവനോട് സംസാരിച്ച എല്ലാ ട്രെൻഡിങ് കോഴ്സുകളും നമ്മുടെ കേരളത്തിൽ തന്നെ പഠിക്കാൻ സാധിക്കും. മെക്കാട്രോണിക്സ്, സൈബർ സെക്യൂരിറ്റി, AI ആൻഡ് ഡാറ്റ സയൻസ്, ഏവിയേഷൻ എഞ്ചിനീയറിംഗ്, ന്യൂക്ലിയർ എഞ്ചിനീയറിംഗ്, ബയോമെഡിക്കൽ തുടങ്ങി ലോകത്തുനിന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളും പഠിക്കാൻ ഇന്ന് നമ്മുടെ കേരളത്തിൽ അവസരമുണ്ട്. ഉദാഹരണത്തിന് അവൻ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് അവൻ്റെ വീടിനടുത്ത് തന്നെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ
ഈ പറയുന്ന ലോകത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ എന്നിട്ടാണ് അവൻ പുറത്ത് പോകാൻ നടക്കുന്നത്. തിരുവനന്തപുരത്ത് എയ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഈ പറഞ്ഞ ട്രെൻഡിങ് ആയിട്ടുള്ള കോഴ്സുകളെല്ലാം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്തിനാ അവൻ UK-ലും USA-ലും കാനഡയിലൊക്കെ പോകാൻ നടക്കുന്നത്? മെക്കാട്രോണിക്സ് തന്നെ എടുത്ത് നോക്കാം. വരാൻ പോകുന്ന വലിയ മാറ്റങ്ങളുടെ ഈ ഒരു ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയും ഏറ്റവും കൂടുതൽ അവസരങ്ങളും കിട്ടുന്ന ഒരു കോഴ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കാട്രോണിക്സ് എന്നാണ് പല വിദഗ്ധന്മാരുടെ അഭിപ്രായം. ഒരേ സമയം മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, റോബോട്ടിക്സ് എന്നീ മേഖലകളെല്ലാം കൂടി ചേർന്ന് കിട്ടുന്ന ഡിഗ്രിയാണ് ഈ പറയുന്ന മെക്കാട്രോണിക്സ്. ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയേക്കാളും അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രിയേക്കാളും അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിഗ്രിയേക്കാളും വാല്യുബിൾ ആണ് ഈ ഒരു ഡിഗ്രി കോഴ്സ്. മെക്കാനിക്കലെയും ഇലക്ട്രോണിക്സിലെയും കമ്പ്യൂട്ടർ സയൻസിലെയും ഇന്നോവേഷൻസ് ആണ് ഈ ഒരു കോഴ്സിൽ പഠിപ്പിക്കുന്നത്. ഈ 3 മേഖലകളുടെയും ഒരു ഇൻ്റഗ്രേഷൻ എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ മെക്കാട്രോണിക്സ് കൃത്യമായിട്ട് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു റോബോട്ടിനെ തന്നെ നിർമ്മിക്കാനാവും. ഞെട്ടണ്ട, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇനി ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ജോലികൾ ചെയ്യാം? ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്കൊരു ഓട്ടോമേഷൻ എഞ്ചിനീയറോ അല്ലെങ്കിൽ റോബോട്ടിക്സ് എഞ്ചിനീയറോ ഇനി അതുമല്ലെങ്കിൽ ഒരു മെക്കാട്രോണിക്സ് എഞ്ചിനീയറോ ആവാം. കഴിഞ്ഞിട്ടില്ല മാനുഫാക്ചറിങ്, എയറോസ്പേസ്, ബയോമെഡിക്കൽ, ട്രാൻസ്പോർട്ടേഷൻ, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ തുടങ്ങി നമുക്ക് ഇഷ്ടമുള്ള ഏത് മേഖലയിലും നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു കോഴ്സ് പോലും നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്ത് എയ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാ UK-ലും USA-ലും കാനഡയിലൊക്കെ പോകാൻ നടക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ അതൊന്നല്ല, അവന് മെക്കാനിക്കൽ താല്പര്യമില്ലാന്ന് എഴുതുക. സൈബർ സെക്യൂരിറ്റി പോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ നമ്മുടെ തിരുനെൽവേലിയിൽ നെല്ലൈ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ പഠിപ്പിക്കുന്നുണ്ട്. മിതമായ ഫീസുള്ളൂ, അധികം ദൂരമൊന്നുമില്ല. തിരുവനന്തപുരം ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ പോയി വരുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ അതുപോട്ടെ, ഇനി അവന് മെക്കാനിക്കലോ അല്ലെങ്കിൽ എഞ്ചിനീയറോ ഇതൊന്നും തന്നെ താല്പര്യമില്ലാന്ന് എഴുതുക. അങ്ങനെയാണെങ്കിൽ അവന് ആർട്സ് ആൻഡ് സയൻസ് സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാം. കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള നിരവധി കോഴ്സുകൾ തൊട്ടടുത്ത് തന്നെ നാഷണൽ കോളേജിലുണ്ട്. അപ്പോൾ ഇത്രയധികം സാഹചര്യങ്ങളും സൗകര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ എന്തിനാണ് ഈ ഭീമമായിട്ടുള്ള തുകയും കണ്ടെത്തി വിദേശത്തേക്ക് കൊണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് കേരളത്തിലെ മിക്ക പാരൻസും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് എൻ്റെ കൂട്ടുകാരൻ നേരിട്ടത്. പലർക്കും ഒരു ഐഡിയയുമില്ല എന്ത് ചെയ്യണമെന്ന്. ഇപ്പോൾ അവൻ തിരുവനന്തപുരത്തായതുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് ഇങ്ങനത്തെ ഒരു വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചത്. അപ്പം നിങ്ങളുടെ നാട്ടിലും എയ്സ് കോളേജ് പോലെ തന്നെ മികച്ച കോഴ്സുകൾ നൽകുന്ന ധാരാളം കോളേജുകൾ ഉണ്ടായേക്കാം. വെളിയിൽ പോയി പഠിക്കുന്നതോ ജോലി ചെയ്യുന്നതോ തെറ്റാണെന്നൊരു സന്ദേശം നൽകാനല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത്. പഠിച്ചു മുന്നേറേണ്ടവർ എവിടെയായാലും മുന്നേറും. അതിനായിട്ട് എയ്സ് കോളേജ് പോലെ മികച്ച കോളേജുകൾ നിങ്ങളുടെ കുട്ടികൾക്കായിട്ട് കേരളത്തിൽ തന്നെയുണ്ട്. അപ്പോൾ പഠിക്കേണ്ടവർക്ക്, ഭാവിയിൽ വിജയിക്കേണ്ടവർക്ക് കേരളത്തിലുള്ള അത്രയും സാധ്യത മറ്റെവിടെയെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ ഒരു കോളേജുകളുടെ ഡീറ്റെയിൽസ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്തുള്ളവർക്കും ചിലപ്പോൾ അഡ്വാൻസ്ഡ് കോഴ്സുകളൊക്കെ നോക്കുന്നവർക്കും അത് ഉപകാരപ്രദമായേക്കാം. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, ഒരു ട്രെൻഡിൻ്റെ പുറകെ പോകുന്നതിനേക്കാൾ എപ്പോഴും ആലോചിച്ച് ഉറപ്പിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക.